السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. സത്യനിഷേധികളുടെ ധിക്കാരം അതിരുവിട്ടപ്പോൾ അവർക്കെതിരെ സഹായം നൽകിക്കൊണ്ട് കാര്യത്തിന് ഒരു തീരുമാനം വരുത്തി തരണമേ എന്ന് റസൂലുകളും അവരെ പിൻപറ്റിയവരും ആൾക്കാരും അവർ അള്ളാഹുവിനോട് തേടി. ഇവരെ കൊണ്ടുള്ള ശല്യം അവസാനിച്ചു കിട്ടാൻ ആ ധിക്കാരികളും തേടുക സ്വാഭാവികമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രാർത്ഥനയ്ക്ക് അഥവാ സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്തു. അവരോട് പറഞ്ഞത്, സത്യനിഷേധികൾക്ക് ജഹന്നമെന്ന നരകമുണ്ട്. ദുനിയാവിൽ അവരെ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം കൊടുങ്കാറ്റടിച്ച് വീശുന്ന ഒരു ദിവസത്തിൽ കാറ്റ് കഠിനമായി കൊണ്ടിരിക്കുന്ന ഒരു വെണ്ണീര് പോലെയാണ്. അവർ സമ്പാദിച്ചതിൽ നിന്ന് യാതൊന്നിനും അവർക്ക് ഫലം സിദ്ധിക്കാൻ കഴിയുകയില്ല. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അപാരമായ കഴിവുകൾ, പ്രാപഞ്ചിക രഹസ്യങ്ങൾ, പ്രാപഞ്ചിക സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം ആ മുന്നറിയിപ്പിൽ സത്യവിശ്വാസികളോട് പറയുന്നുണ്ട്, ഇനി നിങ്ങളും മോശക്കാരായി തീർന്നാൽ നിങ്ങളെ ഇവിടെ നിന്ന് മാറ്റി മറ്റൊരു ജനതയെ അവൻ കൊണ്ടുവരും. അത് അള്ളാഹുവിൻ്റെ മേൽ ഒരു പ്രയാസമുള്ള കാര്യമൊന്നും അല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.